നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാൽ ഏറ്റവും ടോപ്പായിട്ടൊരു സ്റ്റേഷനിലാണ്. ഇവിടെ ഇതെല്ലാം കാണാം കേട്ടോ. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ഇന്ന് ഒരു ചിന്താവിഷയം ഞാൻ എടുത്തായിരുന്നു. ഇനി അടുത്ത ചിന്താവിഷയമായിട്ടാണ് ഞാൻ വരുന്നത്. ചിന്താവിഷയം, ചില മനുഷ്യരുണ്ട്, ചില നീച ജന്മങ്ങൾ, ചില നാശ ജന്മങ്ങൾ, ചില ശനിശാപ ജന്മങ്ങൾ, ചില ദുഷ്ട ജന്മങ്ങൾ, ചില ദുർജനങ്ങൾ. ഇവർ സ്വയം സമാധാനമായി ജീവിക്കുകയുമില്ല, മറ്റുള്ളവരെ സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കുകയുമില്ല. അവർ സ്വയം ഒരിടത്തിരുന്നാൽ, ഒരു വീട്ടിലിരുന്നാൽ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. വെളിയിലോട്ടിറങ്ങിയാൽ അയൽവക്കത്ത് പ്രശ്നം ഉണ്ടാക്കും. നാട്ടിലിറങ്ങിയാൽ നാട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. ആർക്കും ഒരു സമാധാനം കൊടുക്കത്തില്ല. സ്ഥിരം സമരമാണ് അവരുടെ ലക്ഷ്യം. അവർ സ്വയം നാശം വിതയ്ക്കും, മറ്റുള്ളവർക്ക് നാശം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ചില ജന്മങ്ങൾ സമൂഹത്തിലുണ്ട്. അവർ പോകെ മുടിയും. അങ്ങനെ അവരുടെ ജീവിതം അവസാനിക്കും. അങ്ങനെയുള്ള ചില ജന്മങ്ങളെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ജോലിസ്ഥലത്തോ, നമ്മുടെ സമൂഹത്തിലും, നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെയുള്ള ചില ജന്മങ്ങളുണ്ട്. അവർ എപ്പോഴും സമരഭൂമിയിലാണ്. എന്തിനു വേണ്ടിയാണ്? മറ്റുള്ളവർക്ക് നാശം വിതയ്ക്കാൻ, അല്ലെ സ്വയം നാശം വിതയ്ക്കാൻ. അവരുടെ കുടുംബജീവിതം അങ്ങനെ തന്നെയാണ്. കുടുംബജീവിതത്തിൽ അവർ നാശം വിതച്ചുകൊണ്ടിരിക്കും. അവർ ഭാര്യയായിട്ടായാലും, സമൂഹത്തിലായാലും, സ്വന്തം രാഷ്ട്രീയത്തിലുള്ളവരായാലും എല്ലാവരോടും അവർ കലഹിച്ചുകൊണ്ടിരിക്കും. സ്ഥിരം കലഹമാണ് അവരുടെ രസം, അവരുടെ ജന്മ സ്വഭാവമാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് കണ്ടെത്താൻ എളുപ്പമാണ്. ആരാലും നല്ലത് പറയിക്കാൻ പറ്റാത്ത നീച ജന്മങ്ങൾ, അവരെ ഒരിക്കലും നമ്മൾ അടുത്തടുപ്പിക്കരുത്. നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള പലരെയും. ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞു, അങ്ങനെ പലരെയും നമുക്ക് കാണാൻ പറ്റും. അവർ സ്വയം നശിച്ചുകൊണ്ടിരിക്കും, മറ്റുള്ളവരെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഒരിക്കലും അവരെ അടുത്തടുപ്പിക്കരുത്. അവർ വളരെ അപകടകാരികളാണ്, വിഷങ്ങളാണ്, വിഷ ജന്തുക്കളാണ്. എന്ത് കള്ളത്തരവും അവർ പറയും, എന്ത് നീചകൃത്യവും അവർ ചെയ്യും, എന്ത് കുൽസിത പ്രവൃത്തി അവർ ചെയ്യും. ആരെയും ചതിക്കും, ആരെയും വഞ്ചിക്കും. മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ഏത് ദുഷ്ട വഴിയിലൂടെയും അവർ പോകും. ദുഷ്ടകൃത്യങ്ങളും അവർ ചെയ്യും. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടെത്തുക, അവരെ അകറ്റി നിർത്തുക. അവരോട് മത്സരിക്കരുത്. സാഹചര്യം കിട്ടുമ്പോൾ നശിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നശിപ്പിക്കാൻ നമ്മൾ പോകണ്ട. ഈശ്വരഹിതം പോലെ, പ്രകൃതിഹിതം പോലെ അവർ നശിച്ചു കൂടും. അതുകൊണ്ട് ഓർക്കുക, സ്വയം സമാധാനപരമായി ജീവിക്കുകയുമില്ല, മറ്റുള്ളവരെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുകയുമില്ല. അങ്ങനെയുള്ള വിഷ ജന്തുക്കളെ തിരിച്ചറിയുക. നന്ദി, നമസ്കാരം.